നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനമടക്കമുള്ള പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. പോലീസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. പാലിയേക്കരയിൽ ടോൾ പിരിവിനുള്ള സ്റ്റേ തുടരും. ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും ഹൈക്കോടതി. വോട്ടർ പട്ടിക ക്രമക്കേടാരോപണത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. TN പ്രതാപന്റെ പരാതിയിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. കോടതിയെ സമീപിക്കുമെന്ന് TN പ്രതാപൻ. തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക് തുടരുന്നു. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിന്റെ ഭാഗമെന്ന് CITU നേതാവ് B. അജികുമാർ. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. പാലപ്പെട്ടി സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്ക്. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 640 രൂപ വർദ്ധിച്ച് 82,080 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 10,260 രൂപ. വാർത്തകളിലേക്ക് വിശദമായി. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനമടക്കമുള്ള പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. റോജി M. ജോൺ ഉന്നയിച്ച അടിയന്തര പ്രമേയ അവതരണത്തിന് സ്പീക്കർ അനുമതി നൽകുകയായിരുന്നു. ദൃശ്യമാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തതാണെന്നും അതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കുന്നംകുളത്തെ സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി M. ജോൺ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് ക്രൂരമർദ്ദനത്തിനാണ് ഇരയായത്. 45 തവണ മർദ്ദനമേറ്റുവെന്നും റോജി M. ജോൺ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്നവർ തിരിച്ച് ആംബുലൻസിൽ വരേണ്ട സ്ഥിതിയാണെന്ന് KK രമ MLA പറഞ്ഞു. അതേസമയം പ്രതിപക്ഷത്തിന് വിഷയ ദാരിദ്ര്യമാണെന്ന് ചർച്ചയിൽ ഭരണപക്ഷ MLA മാരായ KT ജലീൽ, സേവ്യർ ചിറ്റിലപ്പള്ളി എന്നിവർ പറഞ്ഞു. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെതിരെ CPM ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. പരാമർശം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. പൊതുവെ സൗമ്യനായിരുന്ന അബ്ദുൾ ഖാദർ ഇപ്പോൾ പിണറായി വിജയന് പഠിക്കാൻ തുടങ്ങി. ഇതാണ് സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലും അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഒരുതരം ഫോബിയാണിത്. പാർട്ടിക്കും സർക്കാരിനും പോലീസിനുമെതിരായി ഉയർന്ന സാമ്പത്തിക ക്രമക്കേട്, കസ്റ്റഡി മർദ്ദനം എന്നിവ മൂടിവെക്കാനാണ് ശ്രമമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇവരുടെ പാർട്ടിയിലെ രീതികളാണ് പുറത്ത് വിളിച്ചു പറയുന്നത്. ഞങ്ങളൊക്കെ ജയിലിൽ പോയി കാണുന്നത്, പ്രതികളെ കാണുന്നത് റിമാൻഡിൽ കഴിയുന്ന രാഷ്ട്രീയമായി കേസുകളിൽപ്പെട്ടവരെയാണ്. ഇവർ കാണുന്നത് 51 വെട്ടുവെട്ടിയവരെയാണ്. അതിൻ്റെ ഒരു വ്യത്യാസമാവാം. രാഷ്ട്രീയമായി മുഖ്യമന്ത്രി മുതൽ താഴെയുള്ളവരെ വരെ അവരുടെ ഭാഗത്തെടുത്താൽ ആർക്കാണ് കേസുകളില്ലാത്തത്? പലരും അതിൽ കൊലക്കേസുകളിൽ പോലും പ്രതികളായിട്ടുള്ളവരുണ്ട്. പക്ഷെ രാഷ്ട്രീയമായുള്ള കേസുകൾ അതൊരു പ്രത്യേക കേസുകളാണ്. അത് അതേ രീതിയിൽ തന്നെ നോക്കിക്കാണണം. അത് വളരെ വില കുറഞ്ഞ രീതിയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ എന്നൊക്കെ പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും തികച്ചും ഇത് ഒരു അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല CPM നേതാക്കൾക്കെതിരെ ഉയർന്നു വന്ന സാമ്പത്തിക ക്രമക്കേടുകൾ അത് മൂടിവെക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ, ഇതൊക്കെ മൂടിവെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ കേസുകൾക്കപ്പുറം ഒരു തരത്തിലുള്ള ക്രിമിനൽ കേസുകളും സുജിത്തിനെതിരെ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഇപ്പോൾ പഴയന്നൂർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുമായ ഷുഹൈർ അബ്ദുറഹ്മാനെതിരെ പഞ്ചായത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. ഷുഹൈർ അബ്ദുറഹ്മാനെ VU ആയി തുടരാൻ അനുവദിക്കരുതെന്ന ആവശ്യവുമായി പഴയന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രസിഡന്റ് PK മുരളീധരനാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഷുഹൈറിനെതിരെ അന്വേഷണം നടത്തി സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പ്രമേയത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രമേയത്തിനെതിരെ LDF-ലെ 8 അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി. ഷുഹൈറിനെ പോലെയുള്ള ഒരു VO-നെ പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ഷുഹൈർ ഈ പ്രദേശങ്ങളിൽ വന്നാൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ജനങ്ങൾ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ എതിരെ സമഗ്രവും നീതിപൂർവമായ അന്വേഷണം നടത്തി സർക്കാർ സർവീസിൽ നിന്ന്
നീക്കം ചെയ്യണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് ഇന്ന് ഞാൻ അവതരിപ്പിച്ചത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞ കോടതി ദേശീയപാത അതോറിറ്റിയുടെ ഹർജി പരിഗണിക്കുന്നതിനായി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചത്. കഴിഞ്ഞ ഒരു മാസമായി ടോൾ പിരിവ് മുടങ്ങിയതിനാൽ വലിയ നഷ്ടമാണ് നേരിടുന്നതെന്ന് ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിച്ചു. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഗതാഗത കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ദേശീയപാതയിൽ 18 ഇടങ്ങളിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇതിൽ 13 സ്ഥലത്തെ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് നിസാരമായി എടുക്കരുതെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും കോടതി തുറന്നടിച്ചു. കളക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിശദമായ പുതിയ റിപ്പോർട്ടിന് കൂടുതൽ സമയം വേണമെന്ന് കളക്ടർ അറിയിച്ചു. പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞ കോടതി ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കാനായി മാറ്റി. ന്യൂസ് ഡെസ്ക് TCV. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസില്ല. TN പ്രതാപന്റെ പരാതിയിൽ അന്വേഷണം അവസാനിപ്പിച്ചു. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്നാണ് പോലീസ് നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായും കിട്ടിയില്ല. പരാതിക്കാരനെ കോടതിയെ സമീപിക്കാമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. നിലവിൽ ലഭ്യമായ രേഖകൾ വെച്ച് കേസെടുക്കാനാകില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ഓഗസ്റ്റ് 12-നാണ് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻ MP TN പ്രതാപൻ പരാതി നൽകിയത്. വ്യാപകമായി കള്ളവോട്ട് ചേർത്തു, സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനാണെന്നും തൃശൂരിൽ വോട്ട് ചെയ്യാൻ സ്ഥിരതാമസക്കാരനാണെന്ന് തെറ്റായ സത്യവാങ്മൂലം നൽകിയാണ് വോട്ട് ചെയ്തത് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളായിരുന്നു TN പ്രതാപൻ ഉയർത്തിയത്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകളും അദ്ദേഹം സമർപ്പിച്ചിരുന്നു. എന്നാൽ TN പ്രതാപൻ ഉയർത്തിയ പരാതികളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണെന്നും അതിനാൽ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. നിയമോപദേശം തേടിയാണ് സുരേഷ് ഗോപിക്കെതിരെ കേസ് കൊടുത്തതെന്നും കോടതിയെ സമീപിക്കുമെന്നും TN പ്രതാപൻ പ്രതികരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തെക്കുംകര പഞ്ചായത്ത് പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി. നേതാക്കളായ PJ രാജു, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, കുട്ടൻ മച്ചാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ചോദിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഉണ്ട് എന്ന കാര്യം പ്രിയപ്പെട്ട CPM മനസ്സിലാക്കണം. അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും നല്ല വൈദ്യുതി ലൈസൻസിക്കുള്ള അംഗീകാരം കിട്ടിയ തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരെ വെട്ടിക്കുറച്ചതെന്ന് CITU നേതാവ് B അജികുമാർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഏതാനും ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്നും അദ്ദേഹം ആരോപിച്ചു. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതിലും ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ച് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാർ ആരംഭിച്ച അനിശ്ചിതകാല സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി പറഞ്ഞാലും മറ്റേത് മാനേജ്മെന്റ് സംവിധാനം പറഞ്ഞാലും ഈ ഉദ്യോഗസ്ഥർ കേൾക്കില്ലെന്നും സർക്കാർ തലത്തിൽ കൂടി ആലോചിക്കാതെയാണ് ഇത്തരമൊരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അജികുമാർ പറഞ്ഞു. നിരവധി വികസന പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നും ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതോടെ വൈദ്യുതി വിതരണ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും ആരും ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു അനുകൂല നടപടിയും ഇതുവരെയും ഉണ്ടാകാത്തത് ഖേദകരമാണെന്നും സമരക്കാർ പറയുന്നു. സമരം നടത്തുന്ന ജീവനക്കാരുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. CITU നേതാവ് B അജികുമാർ, INTUC നേതാവ് K രാജേഷ്, AITUC നേതാവ് ഹിരോഷ് ബാബു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. അതേസമയം ഇടതുപക്ഷം ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ പ്രതിസന്ധി പരിഹരിക്കാനായി പാർട്ടി ജില്ലാ നേതൃത്വമാണ് ശക്തമായ ഇടപെടൽ നടത്തേണ്ടതെന്നും സമരം നടത്തുന്ന ജീവനക്കാരെ വിളിച്ച് ചർച്ച നടത്തുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. ജീവനക്കാരുടെ സമരം ആരംഭിച്ചതോടെ തൃശൂർ നഗരത്തിൽ പല ഭാഗത്തും വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലായിട്ടുണ്ട്. TCV തൃശൂർ. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്കേറ്റു. പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചതെന്ന് ഹനീഫ പറഞ്ഞു. പരിക്കേറ്റ ഹനീഫയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണമുണ്ടായത്. സംഘർഷ സമയത്ത് 2 ആംബുലൻസുകളിലും രോഗികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 640 രൂപ വർദ്ധിച്ച് 82,080 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 80 രൂപ വർദ്ധിച്ച് 10,260 രൂപയായി.
ദിനം പ്രതി സ്വർണത്തിന് വില വർദ്ധിക്കുകയാണ്. രാജ്യാന്തര തലത്തിലെ സ്വർണ്ണവില വർധനവാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മന്ത്രി ടി.എം. ജേക്കബിന്റെ 75ാം ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.ആർ. ഗിരിജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി.എം. ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സോമൻ കൊളപ്പാറ, വസന്തൻ ചിയ്യാരം, കെ.എം. ജയന്തി, കെ.ആർ. സുനിൽകുമാർ, സി.എം. കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഉപഭോക്തൃ കോടതി വിധി പാലിക്കാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കാൻ ഉത്തരവ്. കൊടുങ്ങല്ലൂർ സ്വദേശി ഊർക്കോലിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് ശൃംഗപുരം പിട്ടാപ്പിള്ളി ഏജൻസീസ് ഉടമയ്ക്കെതിരെ വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. ഉണ്ണികൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലെ വിധിപ്രകാരം പിട്ടാപ്പിള്ളി ഏജൻസീസ് ഉടമ ഫ്രിഡ്ജിന്റെ വില 18,900 രൂപയും പുറമെ 10,000 രൂപയും നൽകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ വിധി പാലിക്കുകയുണ്ടായില്ല. ഇതേ തുടർന്നാണ് തൃശൂർ ഉപഭോക്തൃ കോടതി വാറണ്ട് അയക്കാൻ ഉത്തരവിട്ടത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് A.D. ബെന്നി കോടതിയിൽ ഹാജരായി. കൊടകര വട്ടേക്കാട് തേശ്ശേരി റോഡിൽ പാലത്തിനോട് ചേർന്നുള്ള കരിങ്കൽ കെട്ട് ഭാഗികമായി തകർന്നു. പാലത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയിലെ കരിങ്കല്ലുകൾ ഇളകി തോട്ടിലേക്ക് വീണു. തകർന്ന ഭാഗം എത്രയും വേഗം പുനർനിർമ്മിച്ചില്ലെങ്കിൽ കൂടുതൽ ഇടിയുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. പൂച്ചയെ പിടിക്കാൻ വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കയറിയ പെരുമ്പാമ്പ് 2.5 മണിക്കൂറോളം നാട്ടുകാരെ വട്ടം കറക്കി. ഗുരുവായൂർ തമ്പുരാൻപടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ഒരു പാമ്പ് കാരണം നാട്ടുകാരാണ് പുലിവാൽ പിടിച്ചത്. പൂച്ചയെ പിടിക്കാൻ കയറിയ പെരുമ്പാമ്പ് വൈദ്യുതി ലൈനിനടുത്ത് എത്തിയപ്പോഴേക്കും നാട്ടുകാർ KSEBയിൽ വിവരമറിയിച്ചു. തുടർന്ന് ജീവനക്കാർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. പോസ്റ്റിന് ഏറ്റവും മുകളിൽ കയറി 11 kV ലൈനിലൂടെ പാമ്പ് ചുറ്റിവരിഞ്ഞു. വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ പ്രബീഷ് ഗുരുവായൂർ കോണി ഉപയോഗിച്ച് പോസ്റ്റിന് മുകളിൽ കയറി. പാമ്പ് ആക്രമണ സ്വഭാവം കാണിച്ചതോടെ പ്രബീഷ് താഴെ ഇറങ്ങി തോട്ടി ഉപയോഗിച്ച് പാമ്പിനെ വലിച്ചു താഴെയിട്ടു. വൈദ്യുതി കമ്പിയിൽ ചുറ്റി വലിഞ്ഞിരുന്നതിനാൽ ഏറെ പാടുപെട്ടാണ് പാമ്പിനെ പിടികൂടാനായത്. അതുവരെ പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു. 2 മണിക്കൂറോളം ഗതാഗതവും സ്തംഭിച്ചു. വിവരമറിഞ്ഞ് 100 കണക്കിന് പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. പ്രദേശത്തെ വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് മറ്റൊരു പെരുമ്പാമ്പിനെയും പ്രബീഷ് പിടികൂടി. 2 പാമ്പുകൾക്കും 6 അടിയോളം നീളമുണ്ടായിരുന്നു. ഇവയെ പിന്നീട് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. TCV ന്യൂസ്, ഗുരുവായൂർ. ഗായകരുടെയും കലാസംഗീതാസ്വാദകരുടെയും കൂട്ടായ്മയായ വിശ്വം മ്യൂസിക്സ് തൃശൂർ ബാലഭവനിൽ പ്രതിനിധി സമ്മേളനവും കലാമേളയും സംഘടിപ്പിച്ചു. സാഹിത്യകാരനും ഗാനരചയിതാവുമായ C. രാമചന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു. 50ഓളം കലാകാരന്മാർ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചു. പ്രസിഡന്റ് വിപിൻ, സെക്രട്ടറി വേണുഗോപാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നൂറിന്റെ നിറവിലെത്തിയ ഗുരുവായൂർ സ്വദേശിയായ മുൻ വ്യോമസേനാ ഉദ്യോഗസ്ഥന് ആദരവുമായി വ്യോമസേനാ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി. തിരുവെങ്കിടം കുരുവിട്ടി വാസുദേവനാണ് ഔദ്യോഗിക സ്മരണകളോടെ പിറന്നാൾ ആഘോഷിച്ചത്. എയർഫോഴ്സ് സെൻട്രൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോയമ്പത്തൂരിലെ സുളൂർ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ് വീട്ടിലെത്തി വാസുദേവനെ ആദരിച്ചത്. 1942 ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൽ സേവനം തുടങ്ങി 1980 പൂനെയിലെ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് ഓണററി ഫ്ലൈയിംഗ് ഓഫീസറായാണ് വാസുദേവൻ വിരമിച്ചത്. സേവനകാലത്തെ അനുഭവങ്ങൾ വാസുദേവൻ സൈനികരുമായി പങ്കുവച്ചു. ഒപ്പം നിന്ന് കേക്ക് മുറിച്ച് പിറന്നാൾ സദ്യയും കഴിച്ചാണ് സൈനികർ മടങ്ങിയത്. കൊടകര പഞ്ചായത്തിൽ അംഗൻവാടിക്കരികെ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരം. പേരാമ്പ്ര കനകമല റോഡിൽ ചിറക്കഴയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കൂറ്റൻ മരമുള്ളത്. അംഗൻവാടി കെട്ടിടത്തിന് 10 അടിയോളം മാത്രം അകലെയാണ് വർഷങ്ങളുടെ പരക്കമുള്ള വാഗമരം നിൽക്കുന്നത്. മരം മുറിച്ചു നീക്കുകയോ ശിഖരങ്ങൾ വെട്ടിനീക്കുകയോ ചെയ്യണമെന്ന് വർഷങ്ങളായി രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. പേരാമ്പ്രയിൽ നിന്ന് കനകമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള വിശ്വാസികളും വട്ടേക്കാട് കനകമല പ്രദേശങ്ങളിലുള്ളവരും സഞ്ചരിക്കുന്ന റോഡിന്റെ സമീപത്തുള്ള വലിയ മരം യാത്രക്കാരുടെ ജീവനും ഭീഷണിയാണ്.
പ്രജര ചാവക്കാട് UAE ചാപ്റ്റർ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഷാർജ എക്സ്പോ സെന്ററിൽ നടന്ന ആഘോഷത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തു. പ്രജര ചാവക്കാട് ചെയർമാൻ KV സുശീലൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അജ്മൽ ഖാൻ മുഖ്യാതിഥിയായിരുന്നു. UAEയിലെ സംരംഭകരായ ജമാൽ, ഷാഹുൽ തെക്കത്ത്, അമീർ, ഡോക്ടർ അഭിരാജ്, ഷമീർ മുഹമ്മദ് ഫിറോസ്, OT ആരിഫ്, താഹിർ മുഹമ്മദ്, മൊയ്തുണ്ണിക്കുട്ടി, തൻവീർ, ഗോപാൽ സുധാകരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രജര ചാവക്കാട് UAE പ്രസിഡന്റ് ഷാജി M. അലി, ഭാരവാഹികളായ അഭിരാജ്, ആരിഫ്, ഷഹീർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ഈ മാസം 22 മുതൽ 28 വരെ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റം നിർവഹിക്കും. ഫാദർ നിഖിൽ ജോർജ്, ഫാദർ പീറ്റർ കണ്ണമ്പുഴ, കൈക്കാരന്മാരായ ജോഷി വലിയപറമ്പിൽ, സെലസ്റ്റിൻ താണിയത്ത് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ തീർപ്പാകാതെ ശേഷിക്കുന്ന ഫയലുകളിൽ അന്തിമ നടപടികൾ സ്വീകരിക്കുന്നതിന് പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. 2025-26 വർഷത്തിൽ ആകെ ലഭ്യമായ 90 നിയമന ഫയലുകളിൽ 85% തീർപ്പാക്കി. ബാക്കി ഫയലുകളിൽ ഒരാഴ്ചയ്ക്കകം നടപടികൾ സ്വീകരിക്കും. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P. മൊയ്തീൻകുട്ടി അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സൂപ്രണ്ട് PB വിനീത, HM ഫോറം കൺവീനർ PA നൌഷാദ്, OS ഷീന, PA മുഹമ്മദ് റാഫി, E. ശ്രീകല എന്നിവർ സംസാരിച്ചു. ചെത്തുതൊഴിലാളി സംഘടനാ നേതാവായിരുന്ന ജോർജ് ചടയൻമുറിയുടെ 50-ാം ചരമവാർഷിക ദിനാചരണം അന്തിക്കാട് നടന്നു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചെത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് KM ജയദേവൻ, AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ്, KM കിഷോർ കുമാർ, AV ഉണ്ണികൃഷ്ണൻ, CR മുരളീധരൻ എന്നിവർ സംസാരിച്ചു. കിഴക്കുംപാട്ടകര സോഷ്യൽ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ NS സലീഷ് ഉദ്ഘാടനം ചെയ്തു. KSRA പ്രസിഡന്റ് KJ റാഫി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B. ഹാപ്പി പുലിക്കോട്ടിൽ, പുഷ്പാഞ്ജലി, വേണാട്ട് ജോഹർദാസ്, അഡ്വക്കേറ്റ് ജോയി ഡേവിസ് അക്കര തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷൻ ASI അപർണ ലവകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. പുത്തൻപിടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കായികമേള അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോഫിൻ അക്കരപ്പട്ടിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സ്മിത P. ജോസ്, പ്രധാനാധ്യാപകൻ KK ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് CC ജോസഫ്, MPTA പ്രസിഡന്റ് ജെസി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഈ സ്പോർട്സിലേക്കൊന്നും സാധാരണ പോകാനും കാണും, ഉറപ്പാണ്. സ്പോർട്സിലേക്ക് വരാതെ വീട്ടിലിരിക്കാനായിട്ട് മടി. ഈ സാധനത്തിന്റെ കുറവ് എന്താണ്, നടന്നിരുന്നെങ്കിൽ ഇത്തിരി മെച്ചമുണ്ടായിരുന്നെന്ന് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എടത്തിരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൽ വിപണന കേന്ദ്രം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ കൃഷി ഓഫീസർ S. മിനി അധ്യക്ഷയായി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു, കൃഷി അസിസ്റ്റന്റ് B. പ്രതീഷ്, തൊഴിലാളി യൂണിയൻ നേതാവ് ജോസഫ് പെരുമ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഈ എടത്തിരുത്തി ഫാമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻകഴിച്ച പ്രതീക്ഷനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം കുറച്ച് ദിവസം ഇവരും അതിൽ വളരെ ഉത്സാഹത്തോടു കൂടി ഇതുവരെ പ്രവർത്തിച്ച മേഖല വേറെയാണ്. ഇനി വാണിജ്യം. IT പരിശീലന രംഗത്തെ കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ ലൂമിനാർ ടെക്നോ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ രാഗം തിയേറ്ററിന് സമീപം പത്തായപ്പുര ബിൽഡിംഗ് 3-ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ലൂമിനാർ ടെക്നോ ലാബ് തൃശൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ രാഹുൽ M. കുമാർ, ഡയറക്ടർമാരായ ടീന രാഹുൽ, OR രതീഷ്, VG സൂരജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അത്യാധുനികമായ ലാബ് സൗകര്യങ്ങളോടെ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ വെറും 6 വർഷം കൊണ്ട് 8000-ലേറെ വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റ് നേടിക്കൊടുക്കുവാൻ ലൂമിനാർ ടെക്നോ ലാബിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ലൂമിനാർ ടെക്നോ ലാബ് മാനേജിംഗ് ഡയറക്ടർ രാഹുൽ M. കുമാർ പറഞ്ഞു. തൃശ്ശൂരിലൊരു ബ്രാഞ്ച് എന്നുള്ള വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതായത് ഒരു വർഷം തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 5000-ഓളം കുട്ടികളെ നമുക്ക് ജോലി നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് വിശ്വാസമുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത് AI വിത്ത് റോബോട്ടിക്സ് അതുപോലത്തെ കോഴ്സുകൾ, അതുപോലെ ഡാറ്റാ സയൻസ്, AI, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഇങ്ങനെ നിരവധി കോഴ്സുകളിൽ അതിന് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ഓൺ ടൈം ചെയ്തു പോകുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലൂമിനാർ ടെക്നോ ലാബ്. നമ്മുടെ ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ഇവിടുത്തെ പ്ലേസ്മെന്റ് സ്റ്റാഫ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ
വളരെ കഴിവുള്ളവരാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്, ഹൈലി പ്രൊഫഷണൽ ആണ്. സോ നിങ്ങളിപ്പോൾ ഒരു ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന സ്ഥാപനമാണ് ലൂമിന ടെക്നോ ലാബ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ജാവ, സ്പ്രിംഗ്, ഫുൾ സ്റ്റാക്ക്, റോബോട്ടിക്സ് വിത്ത് AI ആൻഡ് IoT, മെയിൻ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മീൻ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ASP.NET ഫുൾ സ്റ്റാക്ക്, ഡാറ്റ സയൻസ്, പൈത്തൺ ഡി ജാങ്കോ, മെഷീൻ ലേണിംഗ് തുടങ്ങിയ കോഴ്സുകൾ ഓൺലൈനായും ഓഫ്ലൈനായും പരിശീലനം നൽകും. ആദ്യം ചേരുന്ന 20 വിദ്യാർത്ഥികൾക്ക് ഫീസിൽ 20% ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7025651651. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,260 രൂപ, പവന് 82,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനമടക്കമുള്ള പോലീസ് അതിക്രമങ്ങളിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. പോലീസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. പാലിയേക്കരയിൽ ടോൾ പിരിവിനുള്ള സ്റ്റേ തുടരും. ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും ഹൈക്കോടതി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. TN പ്രതാപന്റെ പരാതിയിൽ അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. കോടതിയെ സമീപിക്കുമെന്ന് TN പ്രതാപൻ. തൃശൂർ കോർപ്പറേഷനിലെ വൈദ്യുതി വിഭാഗം ജീവനക്കാരുടെ പണിമുടക്ക് തുടരുന്നു. ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിന്റെ ഭാഗമാണെന്ന് CITU നേതാവ് B. അജികുമാർ. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. പാലപ്പെട്ടി സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്ക്. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 640 രൂപ വർദ്ധിച്ച് 82,080 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 10,260 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.